ഹായ് വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ല ചൂട് സമയമാണ് അല്ലേ. അപ്പോൾ ഒരു ജ്യൂസ്, പലതരത്തിലുള്ള ജ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസാണ്. ഇപ്പോൾ മാങ്ങാക്കാലമാണ്, നല്ല മാങ്ങ കിട്ടി തുടങ്ങി. പച്ചമാങ്ങ, അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പച്ചമാങ്ങ വെച്ചിട്ട് പഴുക്കണതിന് മുന്നേ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ സമയം കളയാതെ നോക്കാമല്ലോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങ ജ്യൂസ് അല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു അരക്കപ്പോളം പഞ്ചസാര, അത് മധുരം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് കൂട്ടാം. പിന്നെ ഞാനിവിടെ ഉപ്പ്, അതായത് ഞാൻ ബ്ലാക്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഇല്ല, അതാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് മതി. പിന്നെ കുറച്ച് പുതിനയില, ഇത് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിന്, നല്ലൊരു ടേസ്റ്റാണ് പുതിന. പ്രത്യേകിച്ചും സമ്മർ ഡ്രിങ്ക് ആയിട്ട് പുതിന വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ, ഇത് ഓപ്ഷണലാണ്, ക്യുമിൻ പൗഡർ, അതായത് ജീരകത്തിൻ്റെ പൊടി. ഇത് നിങ്ങൾക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചാലും മതി, അതൊരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും, ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മാങ്ങ ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ സോഫ്റ്റ് ആവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. നമ്മൾ വേവിച്ചിട്ടാണ്, അതിൻ്റെ കാമ്പെടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് സോഫ്റ്റ് ആവണ വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതായത് നല്ല സോഫ്റ്റായി കണ്ടോ. ഇതിൻ്റെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ അത്രയും സോഫ്റ്റായി വെന്തു. അപ്പോൾ ഈ ഒരു പരുവം ആയി കഴിഞ്ഞാൽ, ചുങ്ങുന്ന പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഇപ്പം നല്ല ചൂടുണ്ട്, തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ആ പൾപ്പ് നമുക്ക് എടുക്കാം. അപ്പം ഞാനിതാ വേവിച്ച മാംഗോൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു സ്പൂൺ വെച്ചിട്ട് വടിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. നല്ല രസമുണ്ട്, ഇത് ജാം പോലെ ഉണ്ട് കാണാൻ. അപ്പം ഇങ്ങനെ 2 മാങ്ങയുടെ പൾപ്പാണ് കേട്ടോ അത്. അപ്പം ഞാൻ ഈ മാംഗോ പൾപ്പ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പുതിനയില, അത് നമ്മൾക്ക് എത്ര വേണ്ടത്, അതിൻ്റെ ഫ്ലേവർ എത്ര ഇഷ്ടച്ചാൽ അതിനനുസരിച്ച് ഞാനൊരു ഇത്തിരി ഈ ഒരു അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, അത് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര ആദ്യം ഇത്ര ഇട്ട് നോക്കുക, എന്നിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട സോൾട്ട്, ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ സാധാരണ പച്ചമാങ്ങ അങ്ങനെ നുറുക്കിയിട്ടിട്ടല്ലേ നമ്മൾ ജ്യൂസ് അടിക്കുക. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇതെനിക്കൊരു റെസിപ്പി ബുക്കിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, ഒരു മലയാളം റെസിപ്പി ബുക്കിൽ നിന്ന്. എന്താ എനിക്ക് ആ റെസിപ്പി പേര് ഓർമ്മയില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ നോക്കിയിട്ട് ഞാൻ ആ പേര് പറഞ്ഞു തരാം. പഴയ റെസിപ്പി ബുക്കാണ്, കുറേ കാലം മുന്നേ വാങ്ങിച്ചതാണ്. കുറേ നോൺ വെജും ഒക്കെ ഉണ്ട്, ഒരു ലേഡി എഴുതിയിട്ടുള്ളതാണ്. പേരെനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. 2 പിഞ്ച് ക്യുമിൻ പൗഡർ, അതായത് ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചതാണ്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ക്യുമിൻ പൗഡറാണ്, ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇത് ചേർക്കണ്ട. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/2 കപ്പ് വെള്ളം, ബാക്കി നമ്മൾ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. ഇത് നന്നായിട്ട് അടിച്ചു വരാം നമുക്ക്. അപ്പം ഞാനിത് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ അരിച്ചെടുക്കാറില്ല. ഇതിലേക്ക് ഇനി ഒരു 3 ഗ്ലാസ് അല്ലെങ്കിൽ 2 മുതൽ 3 ഗ്ലാസ് വെള്ളം വരെ, കാരണം ഇത് കണ്ടോ വളരെ തിക്കായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പം നമുക്ക് എപ്പോഴും ജ്യൂസ് എന്ന് പറയുമ്പോൾ വളരെ ലൂസായിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പം ഈ ഒരു പൾപ്പ് നമുക്ക് 2-3 പേർക്കായിട്ട് ഇത് ഒരു ജഗ്ഗിലാക്കി വെക്കുക. എന്നിട്ട് അതിലൊരു 3 ഗ്ലാസ് എങ്കിലും വെള്ളം ഒഴിച്ചാലാണ് ഇത് ലൂസായിട്ട് ഒരു ജ്യൂസിൻ്റെ പരുവത്തിൽ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അരിപ്പോണ്ട് ഒന്ന് അരിച്ചെടുക്കാം. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം കറക്റ്റാണ്. ഉപ്പ് ഒരു ചെറിയൊരു ഉപ്പിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, നന്നായിട്ട് മധുരമുണ്ട്, പുളി ഒട്ടുമില്ല കേട്ടോ. മാങ്ങയുടെ ആ ഒരു പുളിപ്പില്ല, നല്ലൊരു ടേസ്റ്റാണ്. പുതിനയുടെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് തരുന്നുണ്ട്. അപ്പം ഞാനിത് കുറച്ച് ജഗ്ഗിലാക്കി വെക്കുകയാണ്. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് കുടിക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഐസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3-4 കപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നമുക്കൊരു ജ്യൂസി പരിവാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് കൊഴുപ്പ് കൂടുതലാണ്, ആദ്യം ഒരു 3 ഗ്ലാസ് ഒഴിച്ച് നോക്കുക. എന്നിട്ട് കൊഴുപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ഗ്ലാസും കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക, നല്ല ജ്യൂസ് പരുവത്തിൽ. ഇപ്പം മധുരവും ഉപ്പൊക്കെ നോക്കുക, കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്താൽ മതി.
ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ്. നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒരു ലൈക്ക് തരാനും മറക്കരുത്. ബൈ.